പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് സബ്ട്രാക്ഷൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. സബ്ട്രാക്ഷൻ ട്രിക്സിലൂടെ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് രീതിയിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. പാർട്ട് 1 കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. നമുക്ക് നോക്കാം. 765 മൈനസ് 343 മൈനസ് 164. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് ആ ഉത്തരം കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് വീണ്ടും ഇത് മൈനസ് ചെയ്യണം. നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ഇതെങ്ങനെ മൈനസ് ചെയ്യാം എന്നാണ് പറയാനായിട്ട് പോകുന്നത്. നോക്കുക, ഈ ലാസ്റ്റ് ഡിജിറ്റായ 5, ഈ മൈനസ് ചിഹ്നം, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റായ 3, ഈ മൈനസ് ചിഹ്നം, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റായ 4. അതായത് 5 മൈനസ് 3 മൈനസ്, ഇതിൻ്റെ ആൻസർ നമ്മളൊന്ന് എഴുതി വെക്കും. 5-ൽ നിന്ന് 3 പോയാൽ 2, 2-ൽ നിന്നും 4 പോയാൽ നമുക്ക് -2 എന്ന് കിട്ടും. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ ഡിജിറ്റ്സ് 6, അത് നമുക്ക് എഴുതാം. ചിഹ്നം എഴുതാം മൈനസ്. ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റ്സ് 4 എഴുതാം. ഇവിടുത്തെ ചിഹ്നമായ മൈനസ് ഇടാം. ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റ്സായ 6 എഴുതാം. 6-ൽ നിന്ന് 4 കുറച്ചാൽ -2, 6-ൽ നിന്ന് 4 കുറച്ചാൽ 2, 2-ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് -4 എന്ന് കിട്ടും. ഇനി ഒന്നുമില്ല, വേണമെങ്കിൽ ഈ 6-ൽ നിന്നും ഈ 6 കുറച്ചാൽ 0 ആകും. നമുക്ക് -4 തന്നെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് എഴുതാം. ഇവിടുത്തെ മൂന്നാമത്തെ ഡിജിറ്റായ 7 എഴുതാം. മൈനസ് ഇവിടുത്തേത് 3 മൈനസ് ഇവിടുത്തേത് 1 അല്ലേ. 7-ൽ നിന്ന് 3 കുറച്ചാൽ 4, 4-ൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് മൈനസ് നമ്പർ ആയതുകൊണ്ട് ഈ 2 മൈനസ് നമ്പർ ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഈ 2 10 എത്ര കൂട്ടണം? 2 10 8 കൂട്ടണം. വേണ്ടേ? ആ 8 നമുക്കിവിടെ എഴുതാം. ഓക്കെ, ഇനി നോക്കുക, ഈ -4 10 ഇവിടെ ഇത് മൈനസ് ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഈ 4 10 6 കൂട്ടണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ 6 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പുള്ള, അപ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ കിട്ടിയിരുന്ന ഈ 6 ആണ് ശരിക്കും നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷേ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന 6-ൽ നിന്ന് 1 കുറക്കണം. അതായത് 5 നമ്മളിവിടെ എഴുതും. ഓക്കെ ആണല്ലോ, 5 നമ്മൾ എഴുതി. ഇനി നമ്മൾ നോക്കുക, 7-ൽ നിന്ന് 3 കുറച്ചാൽ 4, 4-ൽ നിന്ന് 1 കുറച്ചാൽ അവിടെ 3 ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലേ. ഈ 3 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയത് 3 അല്ലേ, ഇത് 10 ആക്കേണ്ട കാര്യമുണ്ടോ? കാര്യം ഇത് മൈനസ് അല്ല. ഇവിടെ മൈനസ് ചിഹ്നം വരുമ്പോഴാണ് നമ്മൾ 10 ആക്കേണ്ടത്. ഇത് പ്ലസ് ആണ്, അപ്പോൾ നമുക്കിവിടെ 10 ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 3 ആണ് നമ്മളിവിടെ ശരിക്കും എഴുതേണ്ടത്. പക്ഷേ ഇത് തൊട്ട് മുമ്പുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് നമുക്ക് 3-ൽ നിന്ന് 1 കുറക്കാം. അതായത് 2 കിട്ടും. 258 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എളുപ്പമല്ലേ? നോക്കാം, രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് 7 മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് 5 മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലേ. ഇവിടെ സെക്കൻഡ് ഡിജിറ്റ് 4 മൈനസ് 6 മൈനസ് 7. ഇവിടെ 8 മൈനസ് 2 മൈനസ് 3 അല്ലേ. നമുക്കിത് കുറച്ച് നോക്കാം. 7-ൽ നിന്ന് 5 കുറച്ചാൽ 2, 2-ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് -4 കിട്ടും. 4-ൽ നിന്ന് 6 കുറച്ചാൽ -2, -2-ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് -9 കിട്ടും. 8-ൽ നിന്ന് 2 കുറച്ചാൽ 6, 6-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാം, ഇത് -4 ആയതുകൊണ്ട് ഇതിനെ 10 ആക്കണം. 10 ആക്കാനായിട്ട് 6 കൂട്ടണം അല്ലേ. ഈ 6 നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇത് രണ്ടാമത്തെ നോക്കാം, ഇത് -9 ആണ്. ഇത് മൈനസ് ആയതുകൊണ്ട് ഇതിനെ 10 ആക്കണം. 10 ആക്കാനായിട്ട് 1 കൂട്ടണം. ഈ 1 ആണ് ശരിക്കും നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷേ ഇതിന് മോഡലുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഈ 1-ൽ നിന്ന് ഇതിൽ നിന്ന് 1 കുറക്കണം. അപ്പോൾ 1-ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 10 ആക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് മൈനസ് അല്ല. മൈനസ് ആണെങ്കിൽ മാത്രമേ 10 ആക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് 3, ഈ 3 ആണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷേ 3-ന് മുമ്പ് കിട്ടിയിരിക്കുന്ന ചിഹ്നം മൈനസ് ആയതുകൊണ്ട് 3-ൽ നിന്ന് 1 കുറക്കണം. അപ്പോൾ 2 എഴുതണം. 206. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് ആ ക്വസ്റ്റ്യൻ? 674 മൈനസ് 169 മൈനസ് 274. ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ ലാസ്റ്റ് ഡിജിറ്റുകൾ നമ്മൾ എഴുതും. 4 മൈനസ് 9 മൈനസ് 4. അടുത്ത രണ്ടാമത്തെ ഡിജിറ്റ്സ് 7 -6 -7
7. ഇനി മൂന്നാമത്തെ ഡിജിറ്റ്സ് ഏതാണ്? 6 മൈനസ് 1 മൈനസ് 2. ഒന്ന് കുറക്കാം. 4 നിന്ന് 9 കുറച്ചാൽ -5, -5 നിന്ന് 4 കുറച്ചാൽ -9 കിട്ടും. ഇനി അതല്ലെങ്കിൽ ഈ 4 നിന്ന് ഈ 4 കുറച്ചാൽ 0ആണ്, നമുക്ക് -9 തന്നെ കിട്ടും. ഇനി 7 നിന്ന് 6 കുറച്ചാൽ 1 കിട്ടും. 1 നിന്ന് 7 കുറച്ചാൽ നമുക്ക് -6 കിട്ടും. ഇനി അതല്ലെങ്കിലോ ഈ 7 നിന്ന് 7 കുറച്ചാൽ 0ആണ്, അപ്പോൾ ഓൾറെഡി -6 തന്നെയാണ്. നമുക്ക് 6 നിന്ന് 1 കുറച്ചാൽ 5, 5 നിന്ന് 2 കുറച്ചാൽ നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നോക്കുക 9, ഇത് മൈനസ് ആയതുകൊണ്ടാണ് 9നെ 10 ആക്കാനായിട്ട് 1 കൂട്ടണം. ആ 1 നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ ഈ 6നെ, ഇത് മൈനസ് ആയതുകൊണ്ടാണ് 6നെ 10 ആക്കാനായിട്ട് 4 കൂട്ടണം. ഈ 4ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷേ ഇതിന് മുമ്പുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്നതിൽ നിന്ന് 1 കുറക്കാം. 4ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 3 കിട്ടി. അടുത്ത നോക്കുക 3 ആണ്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണെങ്കിൽ മാത്രം നമുക്ക് 10 ആക്കിയാൽ മതി. ഇത് പ്ലസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഈ 3 തന്നെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷേ ഇതിന് മുമ്പുള്ള ചിഹ്നം -6 ആയതുകൊണ്ട് ഈ 3ൽ നിന്നും 1 കുറക്കണം. അപ്പോൾ 2 കിട്ടി. അതായത് 231 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേ രീതിയിൽ 5 - 3 - 4 എന്നൊന്നും എഴുതേണ്ട കാര്യം തന്നെ ഇല്ല. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എഴുതാം 5 - 3 2 2 - 4 -2. ഈ രീതിയിൽ മനസ്സിൽ തന്നെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെപ്പുകളൊക്കെ എല്ലാം ഒഴിവാക്കാം. വളരെ വേഗത്തിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇതേപോലെ സബ്ട്രാക്ഷൻ വരുമ്പോൾ 2-3 സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം ഇതേപോലെ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് അല്പം സമയമെടുക്കും. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സംഖ്യകൾ, അത് 3 ഡിജിറ്റിൻ്റെ ആണെങ്കിലും 4 ഡിജിറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെ ഈ കണക്കുകളൊക്കെ ഇഷ്ടമായി, ഈ ട്രിക്സൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കേ.